ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു CB അനുമോദിനോട്. അതൊന്ന് കാണാം. KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണം അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുന്നു. പ്രിയങ്ക വരുന്നു. എത്രമാത്രം വലിയ ആത്മവിശ്വാസമുണ്ട്? ഞങ്ങൾ തുടക്കത്തിലുള്ളതിനേക്കാൾ ആത്മവിശ്വാസത്തിലാണ്. തുടക്കത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഇപ്പോൾ ഇരട്ടിയായി എന്ന് പറയുന്നതായിരിക്കും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ കുട്ടിയുടെ മരണമാണ്. അതിന് രാഷ്ട്രീയമായിട്ട് UDF ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് LDF ആരോപിക്കുന്നത്. അതിനു പുറമെ LDF വഴിക്കടവ് പഞ്ചായത്തിലേക്ക് മാർച്ച് പ്രഖ്യാപിക്കുന്നു. രാഷ്ട്രീയമായിട്ടത് ദുരുപയോഗം ചെയ്യുന്നത് UDF ആണെന്ന ഈ ആക്ഷേപവും തുടർന്നുള്ള അവരുടെ പ്രഖ്യാപനവും എങ്ങനെ കാണുന്നു? ഞങ്ങൾ ഒരിക്കലും ആ വിഷയത്തെ രാഷ്ട്രീയമായി കാണുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു കാര്യമെടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒട്ടനവധി കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ സ്വാഭാവികമായി ഇങ്ങനെ ഒരു മരണം ഉണ്ടായപ്പോൾ ജനങ്ങൾക്കിടയിലുണ്ട് പെട്ടെന്നുള്ളൊരു വികാരമുണ്ട്. ആ വികാര പ്രകടനത്തോടൊപ്പം കോൺഗ്രസ് നിന്നു, UDF നിന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ കാണുന്നില്ല. മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ലെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്രയും ഗുരുതരമായ വീഴ്ചകൾ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുള്ളതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം. അത് പറഞ്ഞേ പറ്റൂ. അത് തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതുകൊണ്ട് പറയാതിരിക്കാൻ കഴിയില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്ന ഒരു കാര്യം, ഈ കേസിലെ പ്രതി കോൺഗ്രസ്സുകാരനാണ്. സ്ഥാനാർത്ഥിയുമായിട്ട് അടുത്ത ബന്ധമുള്ള വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഈ കുട്ടി ഷോക്കേറ്റ് വീണപ്പോൾ തന്നെ ഇത്തരത്തിലൊരു ഫോൺ സംഭാഷണം നടന്നിട്ടുണ്ട്. അതാണ് ഈ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയത് എന്നുള്ള തരത്തിലുള്ള പ്രചാരണമാണ് LDFിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ LDFിൻ്റേതായി നമുക്ക് കണക്കാക്കാവുന്ന സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പ്രചരിക്കുന്നത്. അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയില്ല. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു ഫെൻസിങ് കെട്ടിയത് ആരാണോ അവർ രാഷ്ട്രീയം എന്തായാലും കോൺഗ്രസ് അല്ലാതെ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി കോൺഗ്രസ് ആണ് എങ്കിൽ പോലും ഞങ്ങൾക്ക് എങ്ങനെ അതിനെ സംരക്ഷിക്കാൻ കഴിയും? ഞങ്ങളെ സംബന്ധിച്ചോളം പ്രതി ആരായാലും ആൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. അവരുടെ രാഷ്ട്രീയം നോക്കരുത്. അതിൽ യാതൊരു തർക്കവുമില്ല. അത് കോൺഗ്രസ്സുകാരനല്ല എന്നുള്ള തർക്കമില്ല. ആണെങ്കിൽ പോലും ഞങ്ങൾ അതിന് ശക്തമായി പറയുന്ന നടപടി വേണം. പക്ഷേ അതോടൊപ്പം ഈ ഒരു വിവരം അറിഞ്ഞിട്ടും ഇത്തരമൊരു വൈദ്യുതി മോഷണം അവിടെ നടക്കുന്നു എന്നറിഞ്ഞിട്ടും നടപടിയെടുക്കാത്ത KCBക്കാരല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ? അപ്പോൾ ഗവൺമെൻറ്റല്ലേ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ വക പ്രചരണങ്ങളൊക്കെ നടത്തുന്നത്. കുട്ടി മരിച്ച സമയത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, മുൻനിര നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു പ്രതിഷേധത്തിൽ. ജില്ലാ ആശുപത്രികളെ റോഡ് ഉപയോഗിച്ച് തടഞ്ഞതും ഒരു പരിധിക്ക് അപ്പുറം പോയില്ല പ്രതിഷേധം. അങ്ങനെ കരുതുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സ്വാഭാവികമായി ഉണ്ടായൊരു പ്രതിഷേധം അത് വളരെ നിയന്ത്രണ വിധേയമായിക്കൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്. പല ഘട്ടങ്ങളിലും നമുക്കറിയാം, നമ്മുടെയൊക്കെ മേഖലയിൽ ആനകുത്തി മരിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന പ്രതിഷേധം വലിയ രീതിയിൽ ജനങ്ങൾ അത് വികാരത്തോടു കൂടി കാണുകയും പോലീസ് സംവിധാനവും ഒക്കെ വന്ന് മണിക്കൂറുകളോളം ഗവൺമെൻറ് തന്നെ ഇടപെട്ടിട്ടാണ്, മന്ത്രിമാർ ഇടപെട്ടാണ് ആ പ്രതിഷേധമൊക്കെ തണുപ്പിക്കാറുള്ളത്. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ 1 മണിക്കൂർ നേരത്തെ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവിക പ്രതികരണമാണ്. അതിനപ്പുറത്തേക്ക് അത് പോയിട്ടില്ല. അതിന് മറ്റു രീതിയിൽ കാണേണ്ട കാര്യമില്ല. പക്ഷേ വനംവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന, രാഷ്ട്രീയ ഗൂഢാലോചനയുടെ പ്രസ്താവന കൃത്യമായിട്ട് LDFിൻ്റെ ഒരു കൃത്യമായൊരു രാഷ്ട്രീയ പ്രചരണ തന്ത്രം തന്നെയായി കാണുന്നില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചടി ഉണ്ടാവും. പാവപ്പെട്ട 15 വയസ്സായൊരു കുട്ടി ഇത്ര ദാരുണമായ മരണം സംഭവിക്കുമ്പോൾ അത് അവിടെ അറിയാം ഫെൻസിങ് ആണ്. ആ ഫെൻസിങ്ങിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. അത് തട്ടിയാണ് കുട്ടി മരിച്ചത്. എല്ലാവർക്കും അറിയാം. അവിടെ എന്ത് രാഷ്ട്രീയ ഗൂഢാലോചനയുള്ളത്? അത്തരത്തിലുള്ള മേഖലകളിൽ, വനമേഖലയിൽ ഫെൻസിങ് ഉണ്ടാവാം. കുട്ടികളും യാത്രക്കാരും സഞ്ചരിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ വൈദ്യുതി പാസ് ചെയ്യുന്ന ഫെൻസിങ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ നടപടി എടുക്കാത്ത KCB അല്ലേ കുറ്റക്കാർ? ആവർത്തിച്ച് ഞങ്ങൾ അതന്നെ പറയുന്നു. വനംവകുപ്പ് പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അങ്ങയുടെ മണ്ഡലത്തിലാണ് കാളികാവിലെ ഇഷ്യൂ ഉണ്ടായത്. അങ്ങേക്ക് അതിൽ ഒരുപാട് തവണ മന്ത്രിയെ സംസാരിച്ചു എന്നറിയണം. ഇതുവരെ അനുകൂലമായ സമീപനം ലഭിച്ചതായി തോന്നുന്നുണ്ടോ കാളികാവ് വിഷയത്തിൽ? എനിക്ക് കാളികാവ് വിഷയത്തിലെന്നല്ല, ഒരു വിഷയത്തിലും ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞു. ഒരാഴ്ച കൊണ്ട് കടുവയെ പിടിക്കുന്ന പറഞ്ഞ് ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 23 ദിവസം കഴിഞ്ഞു. ഇതുവരെ കടുവയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുലിയെ പിടിക്കാൻ കഴിഞ്ഞു. അപ്രതീക്ഷിതമായ പുലി വന്ന് കയറി. പക്ഷേ ഇന്ന് വന്യമൃഗശല്യം എന്ന് പറഞ്ഞാൽ രൂക്ഷമാണ്. എന്ത് നടപടിയാണ് വനം മന്ത്രി എടുക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം ശക്തമായ നടപടി എടുക്കുന്നത്? ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, അതല്ലെങ്കിൽ കൂടുതൽ കൂട് വയ്ക്കാനോ ക്യാമറ വയ്ക്കുവാനോ ഈ കടുവയെ പിടിക്കാനോ ഉള്ള നടപടിയൊക്കെ എടുക്കേണ്ടത്. അതിലൊന്നും മന്ത്രിക്ക് യാതൊരു താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മൃഗങ്ങളും നാട്ടിലിറങ്ങുന്നു. അതിൻ്റെയൊക്കെ കസ്റ്റോഡിയനായിട്ടുള്ള മന്ത്രി നാട്ടിലേക്ക് വരുന്നില്ല. ജനങ്ങൾക്കൊരു സുരക്ഷിതത്വ ബോധം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അത് കൊടുക്കേണ്ട മന്ത്രിയെ തെരഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്നുള്ളത്. മന്ത്രി ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ 23 ദിവസം കഴിഞ്ഞിട്ടും ആ വഴിക്ക് അദ്ദേഹം വന്നിട്ടില്ല. അതാണ് അവസ്ഥ. ഇതിൽ
രാഷ്ട്രീയമായിട്ട് ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? ഈ ഒരു കുട്ടിയുടെ മരണവും തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളും തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്നതാവും? അല്ല, ഞാൻ അതിന് ആ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കത് രാഷ്ട്രീയ വിഷയമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ച ഗവൺമെൻറ് ഭാഗത്തുണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കും, ഞങ്ങൾക്ക് പ്രതിരോധിക്കും. അത്രേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഈ പ്രതിരോധ സമരങ്ങളൊന്നും ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. കാരണം പ്രതിഷേധ സമരങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നടത്തിയവരവർ. അപ്പോൾ ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതൊന്നും ഭയപ്പാടോടുകൂടി നോക്കി കാണുകയല്ല, മറിച്ച് കുറ്റക്കാരെ നടപടിയെടുക്കുക, ശിക്ഷിക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക എന്നാണ് അവർ ചെയ്യേണ്ടത്. രാഷ്ട്രീയമായിട്ട് ഈ വഴിക്കടവ് ദുരന്തം ഉപയോഗിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇത് ചൂടുള്ള ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രജിത് കോങ്ങാടനൊപ്പം CB അനുമോദ്, ന്യൂസ് 18.